നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ 5-ാം ദിവസവും സമാധാനം അകലെയാണ്. യുഎസിനും ഇസ്രായേലിനുമെതിരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. 17-ാം ഘട്ട വ്യോമാക്രമണം ആരംഭിച്ചതായി IRGC വ്യക്തമാക്കുന്നു. മിസൈലുകൾ പുതിയതായി വിക്ഷേപിച്ചതായും റിപ്പോർട്ടുണ്ട്. അതിനിടെ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇസ്രായേലും. ഗൾഫ് രാജ്യങ്ങളിലെ US കോൺസുലേറ്റുകൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് ഓഫീസ് ഇസ്രായേൽ ആക്രമിച്ചു. എത്രയും വേഗം ചർച്ച നടത്തണമെന്ന് ആസിയാൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാത്രി മുതൽ ആരംഭിക്കും. അതേസമയം പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് എത്രയും വേഗം കുടുംബത്തോടൊപ്പം രാജ്യം വിടാൻ US നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, 5-ാം ദിവസവും ആക്രമണം ഇരു രാജ്യങ്ങളും കൂടുതൽ കടുപ്പിക്കുന്നു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. പശ്ചിമ ഏഷ്യ ഇപ്പോഴും വലിയ ഭീതിയിലാണ്. വലിയ ആൾനാശം വരെ സംഭവിക്കുന്നു. ഏകദേശം 1700ഓളം പേർ മരിച്ചുവെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് ഈ 5-ാം ദിവസം എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രത്യേകിച്ചും ആസിയാൻ രാജ്യങ്ങളടക്കം ഈ ചർച്ചകൾക്ക് തയ്യാറാകണം, ചർച്ച നടത്തണം എന്നൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ സമാധാന ചർച്ചകൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇപ്പോൾ യുദ്ധം അത് നേരത്തെ പോലെ തന്നെ കലുഷിതമായി തുടരുകയാണ്. എന്നാൽ ഇന്ന് വന്നിട്ടുള്ള ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ തങ്ങളുടെ ആക്രമണം അത് കുറച്ചൊന്ന് ഇന്നലത്തേനേക്കാൾ അതിൻ്റെ തോതൊന്ന് കുറച്ചിട്ടുണ്ട്. പക്ഷേ സംഘർഷം അത് ഇപ്പോഴും രൂക്ഷം തന്നെയാണ് പല മേഖലകളിലും. പ്രത്യേകിച്ച് ഇസ്രായേലിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് കുറേ അധികം മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഇറാൻ വിക്ഷേപിച്ചു കഴിഞ്ഞു. IRGCയുടെ പുതിയ പ്രസ്താവന അനുസരിച്ച് US-നെതിരെയും അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയും കൂടുതൽ ആക്രമണം കടുപ്പിക്കുകയാണ് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. 17-ാം ഘട്ട ആക്രമണമാണ് അവർ ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി 40 മിസൈലുകൾ വിവിധ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെയും ഇസ്രായേലിനെതിരെയും തൊടുത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 230 ഡ്രോണുകളും തൊടുത്തുവിട്ടതായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. പ്രധാനമായിട്ടും ഈ ഡ്രോണുകൾ ഈ തൊടുത്തുവിട്ട ചില ലൊക്കേഷൻസും അവർ പറയുന്നുണ്ട്. അതായത് ഇറാഖിലുള്ള എർബിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള US-ന്റെ താവളം, അതുപോലെ തന്നെ അലി അൽ സലേം എയർബേസ് ക്യാമ്പ്, അതുപോലെ കുവൈറ്റിലുള്ള അരിഫ്ജാൻ ക്യാമ്പ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ ഡ്രോണുകൾ തൊടുത്തുവിട്ടിട്ടുള്ളത്. ഇതിനിടെ ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത് ഇറാനെതിരെ കൂടുതൽ ആക്രമണം കടുപ്പിച്ചതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ട എയർ സ്ട്രൈക്കുകൾ ടെഹ്റാനിൽ ആരംഭിച്ചതായിട്ടും ഇസ്രായേൽ നിലവിൽ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അതിനിടെ ഇറാനിലുള്ള ചില വാർത്താ മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ടെഹ്റാനിൽ കൂടുതൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടാണ് ഈ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്. അതിനിടെ ഒരു ഹെംസ് ഡ്രോൺ എന്ന് പറയുന്ന ഹെംസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഡ്രോൺ അത് കെർമൻ നഗരത്തിന് സമീപം വെച്ച് IRGC വെടിവെച്ചിട്ടതായിട്ട് അവർ ഒരു വാർത്താ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇതിനിടെ പുതുതായിട്ട് പുറത്തു വരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ അത് ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സംസ്കാര ചടങ്ങുകളായിരിക്കും നൽകുക. ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ അത് ഇന്ന് രാത്രി ടെഹ്റാനിൽ ആരംഭിക്കും. ആയത്തുള്ള അലി ഖമനയുടെ സ്വന്തം ജന്മനാട്ടിൽ തന്നെ മൃതദേഹം സംസ്കരിക്കാനാണ് നീക്കം. ഇറാന്റെ പരമോന്നത നേതാവാണ്. ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളായിരിക്കും ഇനി ഇറാനിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാത്രിയോട് കൂടി ആരംഭിക്കുമ്പോൾ ഈ ആയത്തുള്ള ഖമനിയുടെ പിൻഗാമി ആരാണെന്ന ചോദ്യമായിരുന്നു ഇത്രയും ദിവസം ഉയർന്നു വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ പിൻഗാമിയാകും എന്ന രീതിയിലുള്ള വിവരങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ ഇസ്രായേൽ പറയുന്നത് ഖമനിയുടെ പിൻഗാമി ആരാണെങ്കിലും അവരെയും വധിക്കുമെന്ന്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? അതായത് വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്ന പരാമർശങ്ങൾ, വാക്കുകൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും വീണ്ടും യുദ്ധം കലുഷിതമാകില്ലേ? ഈ ഖമനിയുടെ പിൻഗാമി ആരാണെങ്കിലും സ്വാഭാവികമായും അതിന് തിരിച്ചടി നൽകും. ഖമനിയുടെ കൊലപാതകത്തിന്, രക്തസാക്ഷിത്വത്തിന് തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ച് ഇറാൻ നിൽക്കുമ്പോൾ കൂടുതൽ സംഘർഷഭരിതമാകില്ലേ സാഹചര്യങ്ങൾ? അജയ്,
തീർച്ചയായിട്ടും ഇപ്പോൾ ഖമനയുടെ ഒരു രക്തസാക്ഷിത്വത്തിൽ അതിന് പ്രതികാരമായിട്ടുള്ള ആക്രമണങ്ങൾ അത് IRGCയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ മേഖലയിൽ മാത്രമാണ് ഇറാന് ഒരു അനിശ്ചിതത്വമുള്ളത്. അതിന് പുതിയൊരു നേതാവിനെ കണ്ടെത്തി ആ ഒരു പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാനാണ് ഇറാൻ ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാത്രി തന്നെ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12 മണിയോടെയാകും ടെഹ്റാനിൽ ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഖമനയുടെ ജന്മനാട്ടിൽ തന്നെ മൃതദേഹം സംസ്കരിക്കും എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഈ മജിദുൽ ഖമനയെ തന്നെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കും എന്നാണ് ചില വിവരങ്ങളൊക്കെ ചില റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. പക്ഷേ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുൻപേ പുറത്തു വന്നു. അതായത് ഇസ്രയേൽ പറയുന്നത് ആയത്തുള്ള അലി ഖമനയുടെ പിന്തുടർച്ചാവകാശി അത് ആരാണെങ്കിലും അയാളെയും കൊലപ്പെടുത്തും എന്നതാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്ന ഒരു കാര്യം. നിലവിൽ നേരത്തെ ട്രംപും ആയത്തുള്ള അലി ഖമനയുടെ പിന്തുടർച്ച അവകാശിയെ പറ്റി ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് ഇറാനിൽ ഇനി ഖമനൈ എന്നല്ല ആര് അധികാരത്തിൽ വന്നാലും, അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിലും മറ്റാര് അധികാരത്തിൽ വന്നാലും അവിടുത്തെ പ്രശ്നങ്ങൾ അത് മാറാൻ പോകുന്നില്ല. അതിന് നിലവിലുള്ള ഭരണകൂടം ഒന്നാകെ മാറണം എന്നാണ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും പിടിച്ചെടുത്ത് അവിടെ ട്രംപിനും കൂടി ഒരു സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവിനെ അധികാരത്തിൽ കൊണ്ടുവരികയാകും. ഇതിന് പല വിമത ശക്തികളും നിലവിൽ ശ്രമം നടത്തുന്നുണ്ട്. ഇതിനിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രയേൽ വളരെ കടുത്ത രീതിയിൽ തന്നെ ഇറാനെതിരെ നീക്കം നടത്തുകയാണ്. ഇപ്പോൾ ടെഹ്റാനിൽ അടുത്ത ഘട്ട ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ ഇറാനകത്ത് തന്നെ ചിലർ ഇസ്രായേലിനകത്ത് തന്നെ ചിലർ ഇറാൻ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയും ഇസ്രായേൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇറാനെ പിന്തുണച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ വെസ്റ്റ് ബാങ്കിൽ നിന്നാണ് പിടികൂടിയതെന്നാണ് വിവരം ലഭിക്കുന്നത്. അറസ്റ്റിലായതിൽ ഒരാൾ പാലസ്തീൻ്റെ ഒരു അതോറിറ്റിയുടെ ഒരു മുഖ്യ ഉപദേഷ്ടാവ് കൂടിയാണ്. അതുപോലെ മറ്റൊരു വിവരം വരുന്നത് UAEക്ക് നേരെ വന്നിട്ടുള്ള ഒരു ഇറാനിയൻ ഡ്രോൺ ഫ്രാൻസ് വെടിവെച്ചിട്ടു എന്ന് പറയുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഫ്രാൻസ് നേരത്തെ തന്നെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് പിന്തുണയുമായിട്ട് അവരുടെ സൈനിക സഹായം ഉൾപ്പെടെ നൽകിയിരുന്നു. മറ്റ് പ്രതിരോധ മാർഗങ്ങളും ഫ്രാൻസ് വിന്യസിച്ചിരുന്നു. ഇപ്പോൾ UAEക്ക് നേരെ വന്ന ഒരു ഡ്രോൺ ഫ്രാൻസ് നിലവിൽ വെടിവെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രാൻസ് കൂടി നിലവിൽ ഇതിലൊരു പങ്കാളിയാവുകയാണ്. എന്നാൽ അവർ പോരാട്ടത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. അവർ ഈ ഗൾഫ് രാജ്യങ്ങളുമായി ഒപ്പിട്ട ഒരു പ്രതിരോധ കരാർ പ്രകാരമാണ് ഈ സംഘർഷത്തിൽ വന്നിട്ടുള്ളത്. അതായത് ഗൾഫ് രാജ്യങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ തങ്ങൾ അത് പ്രതിരോധിക്കും എന്നാണ് ഫ്രാൻസ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഫ്രാൻസ് US-ൻ്റെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങളെ അപലപിക്കുന്നുമുണ്ട്. ഇതിലൊരു പക്ഷം ചേരാത്ത നിലപാടാണ് ഫ്രാൻസ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുവൈറ്റിലുള്ള അൽ ഉബൈദ് US എയർബേസിലേക്ക് ഇറാൻ ഒരു മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിൽ ആൾനാശമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. അതിൽ ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഈ അൽ ഉബൈദിലുള്ള US എയർബേസിൽ പതിച്ചത്. മറ്റൊന്ന് അത് കുവൈറ്റ് ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.